ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ നിരഞ്ജനയെ വിവേക് ഒന്ന് കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത് വിവേക് എന്ന് ചോദിക്കുമ്പോൾ, അതായത് അന്ന് നീ പറഞ്ഞില്ലേ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം വർഷയുടെ കാര്യത്തിൽ എന്ന രീതിയിൽ പറഞ്ഞില്ലേ, അപ്പോൾ അതൊന്ന് നോക്കിക്കളയാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴത്തെ ചികിത്സയ്ക്ക് വർഷയ്ക്ക് ഒരു മാറ്റവും തോന്നുന്നില്ല. അവൾക്ക് ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടെങ്കിൽ പോലും അത് കൂടുതൽ വഷളാവുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് പറയുന്നു. അത് ശരിയാ. എന്നാൽ പിന്നെ എൻ്റെ പരിചയത്തിൽ നല്ലൊരു ന്യൂറോളജിസ്റ്റ് ഉണ്ട്, യാമിനി എന്നാണ് പേര്. എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. അവളെ കോണ്ടാക്ട് ചെയ്യാം, എന്നിട്ട് അവളോട് നീ തന്നെ ഒന്ന് സംസാരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നീ ഒന്ന് വിളിക്കുകയെന്ന് പറയുന്നു. അങ്ങനെ യാമിനിയെ വിളിക്കുന്നുണ്ട്. നിരഞ്ജനയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ സമയത്ത് തൻ്റെ വിവേകിനെ കുറിച്ചും വർഷയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ അവൾ കോമ സ്റ്റേജിലാണ് ഇപ്പം. കൂടുതൽ ഡീറ്റെയിൽസ് വിവേക് പറയുമെന്ന് പറയുന്നു. എന്നാൽ വിവേകിന് ഫോൺ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വിവേകിനോട് സംസാരിക്കുന്നത് വിവേക്, പക്ഷേ കാണാതെ എനിക്കും അതേപോലെ മെഡിക്കൽ റിപ്പോർട്ട് കാണാതെയും ഒരു തീരുമാനം പറയാൻ സാധിക്കില്ല. ആ സമയത്ത് എന്തായാലും വിവേക് ഇന്ന് എന്നെ കാണാനൊന്ന് വന്നേക്കണം, കൂട്ടത്തിൽ മെഡിക്കൽ റിപ്പോർട്ടും കൊണ്ടുവരണമെന്ന് പറയുന്നു. എന്തായാലും ഞാൻ ഇന്ന് തന്നെ വരാം ഡോക്ടർ എന്ന് പറയുന്നു. നിരഞ്ജനയ്ക്കൊന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. നിരഞ്ജനയ്ക്ക് തിരിച്ച് ഫോൺ കൊടുക്കുന്ന സമയത്ത് എന്തായാലും വർഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യാം എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നു. അതിനുശേഷം തന്നെ ഞാൻ എന്തായാലും അധിക സമയം നിൽക്കുന്നില്ല, ഒരു ഭയങ്കരമായ കേസിൻ്റെ പുറകിലാണ് ഞാനെന്ന് പറയുന്നുണ്ട്. എന്താണ് പ്രശ്നം? ഒരു മയക്കുമരുന്ന് കേസ്. പക്ഷേ അത് ഡെലിവറി ചെയ്യുന്നത് ഒരു ഫുഡ് ഡെലിവറി ഗേളാണ്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവളെ ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ അവൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്നാൽ അവളെ കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിവേകിൻ്റെ മനസ്സിൽ അഞ്ജുവിനെ കുറിച്ചുള്ള ചിന്തയൊന്നും വരുന്നില്ല. എന്തായാലും അതിനുള്ള ടൈം ആയിട്ടുണ്ടാവില്ലായിരിക്കും, അതായിരിക്കും. എന്നാൽ ശരി, നീ എന്തായാലും യാമിനിയെ പോയി കണ്ടോ എന്ന് പറയുന്നു. അങ്ങനെ ഡോക്ടർ യാമിനിയെ പോയി കാണുന്നുണ്ട്. വിവേക്, വർഷയ്ക്ക് ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, എന്നാൽ ആ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഒന്ന് കാണിക്കുക, PDF രൂപത്തിൽ എനിക്കുണ്ടെന്ന് പറയുന്നു. എന്നാൽ പിന്നെ അത് മതി, ഒന്ന് കാണിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആ റിപ്പോർട്ടുകൾ കാണുമ്പോൾ കാര്യമായിട്ട് തന്നെ ഒരു പരുക്കുണ്ടെന്നും എന്ന് പറയുന്നുണ്ട്. ഇത് അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്തിനുള്ള ഡോക്ടറുടെ റിപ്പോർട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയുന്നു. എന്തായാലും അവിടെ വെച്ച് തന്നെയാണോ വർഷ കോമ സ്റ്റേജിലായതെന്ന് പറയുന്നുണ്ട്. അതേന്നും പറയുന്നു. പിന്നെ നിങ്ങൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഡീറ്റെയിൽസോ അപ്പോൾ ഇതിൻ്റെ മരുന്നോ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽസായിട്ട്. ആ സമയത്ത് ആ ടാബ്ലറ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഇതും പരിശോധിക്കുന്ന യാമിനി ആ സത്യം പുറത്ത് പറയുകയാണ് കേട്ടോ. അതായത് ഈ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വർഷയ്ക്ക് ഒരു വിറയലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ബെറ്ററായിട്ട് വരികയുള്ളൂ. പക്ഷേ വീണ്ടും എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പറയാനൊരു കാരണമുണ്ട്. ഞാനൊരു ന്യൂറോളജിസ്റ്റ് ആണെങ്കിൽ പോലും എൻ്റെ കുടുംബപരമായിട്ട് ഞങ്ങൾ ഒരു ആയുർവേദ കുടുംബത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചികിത്സാ വിധികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണെന്ന് പറയുന്നു. എനിക്ക് വർഷയൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കണം, വർഷയൊന്ന് കണ്ണ് തന്നെ വേണമെന്ന് പറയുന്നു. എന്നാൽ ഞാൻ വർഷയെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് പറയുന്നുണ്ട്. ഇല്ല വിവേക്, കാരണം 2 ദിവസത്തേക്ക് ഞാൻ നാട്ടിലുണ്ടാവില്ല, ഒരു മെഡിക്കൽ മീറ്റിംഗ് ഉണ്ടെന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വരും, എന്നിട്ട് വർഷയെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വിവേക് വിഷമിക്കേണ്ട, വർഷയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെ ഞാൻ കൊടുക്കുമെന്ന രീതിയിൽ യാമി എന്തായാലും വിവേകിന് വാക്ക് കൊടുത്തിട്ട് പോകുന്നു കേട്ടോ. പിന്നീട് വിവേക് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയനാണ് പറഞ്ഞിരിക്കുന്നത് യാമിനി. ഇപ്പോൾ ഇങ്ങനെ ഓരോരോ ഒപ്പീനിയൻ ഓരോരുത്തർ പറഞ്ഞത് കേട്ടിട്ട് ചെയ്താൽ എൻ്റെ വർഷയെ ഞാനൊരു പരീക്ഷണ വസ്തുവാക്കുന്നത് പോലെ ആയിരിക്കും അവൾക്ക് തോന്നുന്നുണ്ടാവുക. എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു സംശയത്തിൽ വിവേക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ശ്രീനാഥിനെ എന്തായാലും കണ്ടുപിടിക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ചെറിയൊരു ഓർമ്മയിൽ ശ്രീനാഥുണ്ട്. ശ്രീനാഥിനെ കൊണ്ടുവരികയോ അവരുടെ സൗണ്ട് കേൾപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ആ ഒരു മനസ്സ് ചിലപ്പോൾ ഉണർന്നേക്കാമെന്ന് യാമിനി ഡോക്ടർ പറഞ്ഞതായിട്ട് വിവേകിന് ഓർമ്മ വരുന്നു. എന്നാൽ പിന്നെ അതറിയാവുന്ന ഒരാൾ നമ്മുടെ രാഘവൻ തന്നെയാണ്. രാഘവനെ കാണുമ്പോഴത്തേനും എടോ നിൽക്കടോ എന്ന് പറയുന്നു. വെല്ലം മുങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ആ സമയത്ത് എന്താ മോനെ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ശ്രീനാഥ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല അവനെക്കുറിച്ചൊന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾക്കറിയാതിരിക്കില്ല, അവൻ്റെ നമ്പറും ഉണ്ട് കയ്യിൽ, വേണമെങ്കിൽ വിളിച്ചു തരാം. അങ്ങനെ ശ്രീനാഥിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വിവേകാണ്, ശ്രീനാഥ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. എനിക്ക് തന്നോടൊന്നും സംസാരിക്കേണ്ടായിരുന്നു, താനൊന്നും പറയുന്നത് എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീനാഥ് ഫോൺ കട്ടാക്കുന്നു കേട്ടോ. ആ സമയത്ത് വിവേക് രാഘവനോട് പറയുന്നുണ്ട്,
എത്രയും പെട്ടെന്ന് ശ്രീനാഥിനെ കൊണ്ടുവരികയോ എന്തെങ്കിലും ചെയ്യണം. വർഷയുടെ ചെറിയൊരു ഓർമ്മയിൽ ശ്രീനാഥ് മാത്രമേ ഉള്ളൂ. താൻ എനിക്ക് വേണ്ടി അത് ചെയ്യണമെന്ന് പറയുന്നു. അതിന് എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയുന്നു. തനിക്ക് പൈസ ഒന്നുമില്ല, മര്യാദയ്ക്ക് പോയിട്ട് ശ്രീനാഥിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വിവേക് പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയെ മഞ്ജുവിനെയൊക്കെ കേട്ടോ. വിവേക് വർഷയെ കാണാൻ വരുമ്പോൾ കാര്യമായിട്ട് യാമിനി പറഞ്ഞ കാര്യങ്ങളും നമുക്ക് എന്തുകൊണ്ടൊരു സെക്കൻഡ് ഒപ്പീനിയൻ ചൂസ് ചെയ്തുകൂടാ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ് വിവേക്. എന്തായാലും വിവേകിൻ്റെ ഫ്രണ്ടും കൂടിയല്ലേ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവളെ പരിശോധിക്കാം. എന്നാൽ പിന്നെ ഒരു കാര്യമുണ്ട്, വിവേക് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ വരുമ്പോൾ, അതായത് യാമിനി ഇങ്ങോട്ട് വരുമ്പോൾ അത് കാവേരിയോ ആരതിയോ അതുപോലെ ശരത്തോ റോബിനോ ആരും അറിയരുതെന്ന് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതായത് അവർ എന്തായാലും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ വിശ്വാസമില്ലാതെ വേറൊരു ഡോക്ടറെ കാണിക്കുകയാണെന്നല്ലേ അവർക്ക് തോന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യേണ്ട, എന്തായാലും ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പോട്ടെ, ബാക്കി പിന്നീട് ചിന്തിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് മറ്റാരും അറിയേണ്ടെന്ന് ഇവരോട് പറയുന്നുണ്ട് കേട്ടോ. ഒരു കണക്കിന് അത് നല്ലതാണ്. യാമിനി ഡോക്ടർ വന്നിട്ട് വർഷയെ പരിശോധിക്കുമ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതൊരു ഓപ്ഷൻ തന്നെയാണ് അതിൽ. അതിനുശേഷം തന്നെ വർഷയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് വിവേക്. നീ അബോധാവസ്ഥയിലും ശ്രീനാഥിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്നെക്കുറിച്ച് വിവേക് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ മനസ്സിൽ ഞാനില്ലേ വർഷയെ എന്ന് ചോദിക്കുന്ന സമയത്ത് വിവേകിന് വിഷമത്തോടു കൂടിയാണ് ചോദിക്കുന്നത് കേട്ടോ. നീ എന്നെ മറക്കില്ല എന്ന് എനിക്കറിയാം. നിൻ്റെ എല്ലാ മനസ്സിലും ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു മനസ്സും ഉണർന്നു കഴിയും. എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വിവേക് ഇറങ്ങുന്നു കേട്ടോ. ആ സമയത്ത് രാഘവനാണെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നാലാണല്ലോ ഇവിടുന്ന് പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവേകിനെ കാണുന്നുണ്ട്. ആ മരുമോനെ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു വരുന്നു. എന്താടോ താൻ ഇങ്ങോട്ട് വന്നത്? അല്ല, എൻ്റെ മോളെ കാണാനായിട്ട്. തനിക്ക് നാണുണ്ടല്ലോടോ, അങ്ങനെ പറയരുത്. അവളെൻ്റെ മോളല്ലേടാ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോളല്ലേ, ഞാൻ അത്രയും കാലം അവൾ നോക്കിയതല്ലേ എന്നൊക്കെ പറയുന്നു. സെൻറ്റിമെൻറ്റ്സ് അടിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, തൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ ശ്രീനാഥിനെ കൊണ്ടുവരുന്ന കാര്യം എന്തായെന്ന് പറയുന്നു. അതിനു വേണ്ടി ഞാൻ പുറപ്പെടുകയാണ് ഇന്ന് മുതൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ വർഷ അവൾ പറയുന്നത് ശ്രീയേട്ട എന്തുകൊണ്ട് വിവേക് എന്ന് പറഞ്ഞില്ല? അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ ശ്രീനാഥ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ സ്ഥാനം ഇല്ല. അതുകൊണ്ട് വെറുതെ ഒരു വയ്യവേലി എടുത്ത് വെക്കണോടാ. കാരണം അവനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അവളുടെ ബോധം ശരിയായെന്നിരിക്കാം. അപ്പോഴും ശ്രീനാഥിൻ്റെ കൂടെ അവൾ പോയാലോ? ശ്രീനാഥിനെ മതി, നിന്നെ വേണ്ടാന്ന് പറഞ്ഞാലോ? എന്തുകൊണ്ട്? അവളൊരു വട്ടം സ്നേഹിച്ച ഒരാളാണ് ശ്രീനാഥ്. അത് നീ മനസ്സിലാക്കണമെന്ന് പറയുന്നു. എന്തിനു വെറുതെ വയ്യവേലി വെക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വർഷമൊന്നും അങ്ങനെയൊന്നും പറയില്ല. വിവേകിനൊരു സംശയം പോലെ ആവുന്നുണ്ട്. വർഷ ഒരിക്കലും പറയില്ല വർഷയ്ക്ക് എന്നെയാണ് ഇഷ്ടം, എനിക്ക് നല്ല ബോധ്യമുണ്ട്, താൻ അവളെ കൊണ്ടുവരാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. വീണ്ടും രാഘവൻ വീട്ടിലായിട്ട് കയറിയിട്ട് വർഷമോളെ എന്ന് പറഞ്ഞിട്ട് കരയുകൊണ്ടിരിക്കുകയുണ്ടോ. എൻ്റെ മോൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്തായി ശ്രീയേട്ടനെ കൊണ്ടുവരേണ്ട കാര്യമെന്ന് അഞ്ച് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു മോളെ നീ ഒന്ന് മനസ്സിലാക്കണം, ഇവള് ശ്രീയേട്ടാ എന്ന് പറഞ്ഞിരിക്കുന്നത്, വിവേക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ശ്രീനാഥ് വന്നിട്ടുണ്ടെങ്കിൽ ഇവൾ ചിലപ്പോൾ ശ്രീനാഥിൻ്റെ കൂടെ പോയിരിക്കും. അവനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ പോയിരിക്കും. വിവേകിനെ തള്ളി കളയുമായിരിക്കും. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാത്തത്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ശ്രീനാഥ് തന്നെയാണ് ഇവിടെ മനസ്സിൽ, വിവേകില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ വർഷയ്ക്ക് ആ ഒരു പഴയ കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മയെങ്കിലോ ഒന്നും പറയാൻ സാധിക്കില്ല. ഇത്രയും കാണിച്ചുകൊണ്ടെന്ന്